ഓം ശാന്തി. ബാഹ്യലോകത്തിൽ നിന്നും എൻ്റെ ശ്രദ്ധ പൂർണ്ണമായും എൻ്റെ ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഞാൻ ദിവ്യനേത്രത്തിലൂടെ സ്വസ്വരൂപത്തെ കാണുന്നു. ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ഒരു ദിവ്യ ജ്യോതി ബിന്ദു ആത്മാവാണ്. ഞാൻ ശാന്തിയുടെ സ്വരൂപമാണ്, സ്നേഹസ്വരൂപമാണ്, ആനന്ദ സ്വരൂപമാണ്. ഇതെന്റെ യഥാർത്ഥ സ്വരൂപമാണ്, സത്യമായ സ്വരൂപമാണ്. ഞാൻ രൂപബസന്താത്മാവാണ്. ഞാൻ ദിവ്യ ഗുണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ സ്വഭാവം ശുദ്ധമാണ്, ചിന്തകൾ ഉന്നതമാണ്. ഞാൻ ശരീരബോധത്തെ ഒഴിവാക്കി മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഈ ശരീരത്തിൽ നിന്നും വേറിട്ട് മുകളിലേക്ക് ഉയരുന്നു. ഈ ശബ്ദലോകത്തിൽ നിന്നും ഉപരിയായി ഞാൻ മറ്റൊരു പ്രകാശലോകത്തിലേക്ക് ഉയർന്നു പോകുകയാണ്. ഇവിടെ ഈ ലോകത്തിൽ അനന്തശാന്തിയും പ്രകാശവുമാണ്. ഈ ലോകത്തിൽ ഞാൻ പരമാത്മാവായ ശിവബാബയെ സമീപത്ത് അനുഭവം ചെയ്യുന്നു. ബാബ ശാന്തിയുടെ സാഗരമാണ്, സ്നേഹസാഗരമാണ്. ബാബയിൽ നിന്നും അനന്ത തേജോമയ ദിവ്യപ്രകാശം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. ഇപ്പോൾ ഞാൻ രൂപബസന്ത ആത്മാവാണ്. പരമാത്മാവിൻ്റെ പ്രിയ സന്താനമാണ്. പരമാത്മാ ശക്തി എന്നിൽ നിറയുന്നു. ഞാൻ ശുദ്ധമാകുന്നു. ഞാൻ വീണ്ടും ഈ ലോകത്തേക്ക് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രൂപബസന്ത് ആത്മാവായി ഭൂമിയിൽ എൻ്റെ പവിത്ര ശുദ്ധവേഷത്തിൽ അവതരിക്കുന്നു. എൻ്റെ ഓരോ ചിന്തയും ശുദ്ധമാണ്, ഓരോ വാക്കും മധുരമാണ്, ഓരോ പ്രവൃത്തിയും കരുണാപൂർണമാണ്. എൻ്റെ ദൃഷ്ടി അനുഗ്രഹമാകണം. എൻ്റെ സാന്നിധ്യം സന്തോഷം നൽകുന്നു. ഞാൻ ദിവ്യ പ്രകാശം വിതറുന്ന ദീപമാണ്. എന്നിൽ നിന്നും ദിവ്യപ്രകാശം മുഴുവൻ ലോകത്തിലേക്കും പടരുന്നു. ഞാൻ രൂപബസന്ത് ആത്മാ ദിവ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ്. എന്നിലെ ശാന്തിയും ശക്തിയും കൈവിടാതെ ഞാൻ സാകാരി ലോകത്തിലേക്ക്
മടങ്ങുകയാണ്. ഞാൻ ബോധം നിലനിർത്തുന്നു. എൻ്റെ സാന്നിധ്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വസന്തം കൊണ്ടുവരുന്നു. ഞാൻ എൻ്റെ ബസന്ത് സ്വഭാവത്തെ അനുഭവിക്കുന്നു. എന്നിൽ നിന്നും ദിവ്യ ഗുണങ്ങൾ വിരിയുന്നു. ഞാൻ രൂപബസന്താത്മാവാണ്. ഞാൻ കൂടുതൽ പ്രകാശമയമാകുന്നു. എൻ്റെ വായിൽ നിന്നും ജ്ഞാനരത്നങ്ങൾ മാത്രം വീഴുന്നു. ഞാൻ ബാബയുടെ പരിചയം നൽകുന്നു. എൻ്റെ അവസ്ഥ ഏകരസമാക്കാൻ കൂട്ടുകെട്ടിൽ നിന്നും സ്വയത്തെ സംരക്ഷിക്കുന്നു. ഭഗവാൻ ആദി സനാതന ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. സ്വർഗത്തിൻ്റെ രചയിതാവും എല്ലാവരുടെയും അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി തരുന്നു. ബാബ എന്നെ ത്രികാലദർശിയാക്കുന്നു. ഏത് കുട്ടികളുടെ വായിൽ നിന്നാണോ സദാ ജ്ഞാനരത്നങ്ങൾ വീഴുന്നത് അവരാണ് രൂപബസന്ത്. ജ്ഞാനയോഗത്തെക്കുറിച്ചല്ലാതെ മറ്റെന്തെങ്കിലും പരസ്പരം ചർച്ച ചെയ്യുകയാണെങ്കിൽ കല്ലുകൾ എറിയുന്നതിന് സമാനമാണ്. പരസ്പരം ജ്ഞാനയോഗത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഹൃദയത്തെ സന്തുഷ്ടമാക്കി വെക്കണം. ഞാൻ രൂപബസന്താണ്. ജ്ഞാനയോഗത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയില്ല, കേൾക്കില്ല, കേൾപ്പിക്കില്ല. ആരാണോ വളരെയധികം സേവനം ചെയ്യുന്നത് അവരുടെ സംഘം ഉയർത്തുന്നു. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ എന്ന് എല്ലാവരോടും പറയുന്നു. മന്മനാഭവ മധ്യാജീഭവ. ബാബ പറയുന്നു, മരണം തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. അതിനാൽ നിങ്ങളുടെ ജോലിയാണ് സേവനം ചെയ്യുക. ബാബയുടെ സ്മൃതി ഉണർത്തി കൊടുക്കുന്നതാണ് മഹാമന്ത്രം. ഇതിലൂടെ രാജധാനിയുടെ തിലകം ലഭിക്കും. ഞാൻ വിവേകശാലിയായി മാറി എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകുന്നു. ജ്ഞാനയോഗത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ചർച്ച ചെയ്യില്ല. രൂപബസന്തായവരുടെ മാത്രം കൂട്ടുകെട്ടണം. തലകീഴായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നവരുടെ സംഘത്തിൽ ചേരരുത്. ഞാൻ ബാബ നൽകിയിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ജ്ഞാനത്തിലൂടെ രാവണന്റെ ബാഹ്യരൂപങ്ങളെ അറിഞ്ഞ് അതിൻ്റെ ആകർഷണങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്ന ധൈര്യശാലിയാക്കുന്നു. സത്യമായ സീതയായി രേഖക്കുള്ളിൽ കഴിയുന്നതിനുള്ള ലക്ഷ്യം വെച്ച് ധൈര്യശാലിയാകുന്നു. പിന്നീട് രാവണന്റെ സേന സഹയോഗിയാകും. സേവനത്തിൽ സഫലത പ്രാപ്തമാക്കണമെങ്കിൽ
വിനയചിത്തത്തിൻ്റെ വിശേഷതയെ ധാരണ ചെയ്യണം. ബാബ നൽകിയിരിക്കുന്ന അവ്യക്ത സൂചനയാണ്. നിശ്ചയത്തിൻ്റെ അടിത്തറ ഉറപ്പാണെങ്കിൽ കെട്ടിടമിളകുകയില്ല. നിർഭയരും നിശ്ചിന്തരുമായിരിക്കും. ഓം ശാന്തി.